Hello dear children, welcome to Kids Area Online. Kids Area Online-ൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസ് ട്യൂഷൻ നൽകുന്നുണ്ട്. ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. വൈകുന്നേരങ്ങളിലാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. അതുപോലെ LKG, UKG ക്ലാസ്സസ് സ്പെഷ്യൽ ക്ലാസ്സസ് ആയിട്ട് വരുന്നത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ബേസിക് ക്ലാസ് ആണ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഒക്കെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇന്റഗ്രേഷനിൽ നിന്നുമാണ്. എപ്പിസോഡ് 1 ആണ്, 1ാമത്തെ എപ്പിസോഡാണ്. ഒത്തിരി എപ്പിസോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പിസോഡ്സ് നോക്കി കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ചാനലിൽ പോയി കാണുക കേട്ടോ. എല്ലാ ക്ലാസ്സസും കറക്റ്റായിട്ട് കണ്ട് പഠിക്കുക. എല്ലാ ക്ലാസ്സസും നൽകുന്നുണ്ട്. അപ്പോൾ 1ാമത്തെ എപ്പിസോഡ് ഇന്റഗ്രേഷനിൽ നിന്നുമാണ് നോക്കുന്നത്. റിവിഷൻ ക്ലാസ്സസ് ആണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രുചിമേളം, അതായത് മധുരമുള്ളവ, പുളിയുള്ളവ, കയ്പുള്ളവ. മധുരമുള്ള പലഹാരങ്ങൾ ഏതൊക്കെ, പുളിയുള്ള പലഹാരങ്ങൾ ഏതൊക്കെ, കയ്പുള്ള പലഹാരങ്ങൾ ഏതൊക്കെ? നമുക്ക് 4 വെച്ച് പഠിച്ചാൽ മതി. മധുരമുള്ള 4 പലഹാരം, അല്ലെങ്കിൽ 3 കുഴപ്പമില്ല. 3 വേണ്ടത്. 4 ടീച്ചർ പഠിപ്പിക്കുകയാണ്. 1 നിങ്ങൾ മറന്നാലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓർമ്മിച്ചെഴുതാം. ഓക്കെ, അപ്പോൾ കുറച്ച് പലഹാരങ്ങൾ നൽകിയിട്ടുണ്ടാകും. അതിൽ മധുരമുള്ളവ മാറ്റി എഴുതുക, പുളിയുള്ളവയെല്ലാം തിരഞ്ഞെടുത്ത് മാറ്റി എഴുതുക, കയ്പുള്ളവയെല്ലാം മാറ്റിയെടുത്ത് എഴുതുക. അപ്പോൾ 1ാമത്തെ ഓപ്ഷൻ ജിലേബിയാണ്. ജിലേബി നിങ്ങൾ എവിടെയാണ് എഴുതുക? മധുരമുള്ളവയിൽ എഴുതുമോ, പുളിയുള്ളവയിൽ എഴുതുമോ, കയ്പുള്ളവയിൽ എഴുതുമോ? എവിടെ എഴുതാം? ജിലേബി മധുരമുള്ളവയിൽ എഴുതാം അല്ലേ. ജിലേബി എന്ന് പറയുന്നത് എന്താ? മധുരമുള്ളതാണ്. ജിലേബി മധുരമുള്ളതാണ്. അപ്പൊ ജിലേബി നമുക്ക് എവിടെ എഴുതാം? മധുരമുള്ളവയിൽ ജിലേബി എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം പാവയ്ക്ക. അടുത്തത് പാവയ്ക്ക. പാവയ്ക്ക നിങ്ങൾ എവിടെ എഴുതും? മധുരമുള്ളവയിൽ എഴുതുമോ, പുളിയുള്ളവയിൽ എഴുതുമോ, കയ്പുള്ളവയിൽ എഴുതുമോ? പാവയ്ക്ക എന്താണ്? പാവയ്ക്ക കയ്പയ്ക്ക എന്നൊക്കെ പറയും. എന്താണ്? യെസ്, കയ്പുള്ളവയിൽ എഴുതും അല്ലേ. എവിടെ എഴുതുക? കയ്പുള്ളൽ. പാവയ്ക്ക കയ്പുള്ളവയാണ്. അപ്പൊ പാവയ്ക്ക. ഓക്കെ, പാവയ്ക്ക എഴുതി. അടുത്ത ചോദ്യം, അടുത്ത 3ാമത് തരുന്നത് നാരങ്ങ. നാരങ്ങ മധുരമുള്ളവയിൽ എഴുതുമോ, പുളിയുള്ളവയിൽ എഴുതുമോ, കയ്പുള്ളവയിൽ എഴുതുമോ? നാരങ്ങ എവിടെയാ വരിക? നാരങ്ങ പുളിയാണല്ലേ. അപ്പൊ എവിടെ എഴുതാം? പുളിയുള്ളവയിൽ നാരങ്ങ എഴുതാം. നാരങ്ങ. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സാധനം നെയ്യപ്പമാണ്. നെയ്യപ്പം എവിടെ എഴുതുക? നെയ്യപ്പം. നെയ്യപ്പം കയ്പാണോ, പുളിയാണോ, മധുരമാണോ? നെയ്യപ്പം യെസ്, മധുരമുള്ളവയിൽ എഴുതാം അല്ലേ. നെയ്യപ്പം. നെയ്യപ്പം എവിടെ എഴുതാം? മധുരമുള്ളവയിൽ നെയ്യപ്പം നമുക്ക് എഴുതാം. നെയ്യപ്പം. ഓക്കെ, അടുത്ത് നെല്ലിക്ക. നെല്ലിക്ക എവിടെ എഴുതാം? നെല്ലിക്ക. നെല്ലിക്ക കയ്പുള്ളവയിലാണ് വരുന്നത് കേട്ടോ. ചെറിയ പുളി ഉണ്ടെങ്കിലും നെല്ലിക്ക ഏതിലാ വരിക? കയ്പുള്ളവയിലാണ് നെല്ലിക്ക വരിക. നെല്ലിക്ക അത് കേട്ടിട്ടില്ലേ? നെല്ലിക്ക കഴിക്കുമെങ്കിലും എന്ത് ചെയ്യും? വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യും? മധുരിക്കും. അപ്പൊ നെല്ലിക്ക. പാവയ്ക്ക, നെല്ലിക്ക. നമുക്കതുപോലെ പച്ചമാങ്ങ അറിയാവോ? പച്ചമാങ്ങ, പഴുക്കുന്നതിന് മുമ്പുള്ള മാങ്ങ, പച്ചമാങ്ങ. പച്ചമാങ്ങ നമുക്ക് എവിടെ എഴുതാം? പച്ചമാങ്ങ ഇവിടെ എഴുതാം. പച്ചമാങ്ങ പുളിയാണല്ലേ. പച്ചമാങ്ങ പുളിയാണ്. പച്ചമാങ്ങ. മനസ്സിലായോ? അപ്പോ രുചിമേളത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മധുരമുള്ളവ, പുളിയുള്ളവ, കയ്പുള്ളവ. ഇത്രയും പേരുകൾ നിങ്ങൾ പഠിച്ചോ? ഏതൊക്കെയാണ്? മധുരമുള്ളവയിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? വേറെ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ജിലേബി, നെയ്യപ്പം, ലഡു, ഉണ്ണിയപ്പം, പഴം, പപ്പായ, മാമ്പഴം, ഹൽവ. ഇങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എവിടെ എഴുതാം? മധുരമുള്ളവയിൽ എഴുതാം. ഇനി പുളിയുള്ളവ. പുളി അറിയില്ലേ? വാളംപുളി. പുളിയുണ്ട്,
ചാമ്പക്കയുണ്ട്, പുളിഞ്ചിക്കയുണ്ട്, നാരങ്ങ, പച്ചമാങ്ങ, ഇതെല്ലാം എന്ത് ചെയ്യാം? പുളിയുള്ളവയിൽ എഴുതാം. കയ്പുള്ളവയോ? കയ്പുള്ളവ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. പാവയ്ക്ക, നെല്ലിക്ക ഇതുപോലുള്ള കയ്പുള്ള ആഹാരങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? അപ്പോ മധുരമുള്ളവ, പുളിയുള്ളവ, കയ്പുള്ളവ, രുചിമേളം. ആ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുത്ത് മധുരമുള്ളവ, പുളിയുള്ളവ, കയ്പുള്ളവ ഇങ്ങനെ എഴുതാൻ പറഞ്ഞാൽ അറിയാലോ. മധുരമുള്ളവ ഒരിടത്തേക്ക് മാറ്റാൻ, പുളിയുള്ളവ ഒരിടത്തേക്ക് മാറ്റുക, കയ്പുള്ളത് ഒരിടത്തേക്ക് മാറ്റുക. തിരിച്ചെഴുതാൻ അറിയാലോ. ഇനി എഴുതാൻ ചോദിച്ചാൽ എഴുതാൻ അറിയാലോ. മധുരമുള്ള പലഹാരങ്ങൾ എഴുതുക, പുളിയുള്ളത് എഴുതുക, കയ്പുള്ളത് എഴുതുക. തന്നിട്ടില്ല എങ്കിലും ചോദിച്ചാൽ സ്വന്തമായിട്ട് ഉത്തരം എഴുതാൻ അറിയാലോ. യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.